എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിസിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിസിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് 30 ദിവസമായി എന്ന് പറയുന്നതിനെക്കാട്ടിലും രാമായണ മാസം അവസാനിക്കാനായി. അവസാനത്തെ ദിവസങ്ങളിലൊന്നായി 30ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ ഇന്നലത്തെ ബാക്കി രാമായണ കഥയിലോട്ട് തന്നെ പോവാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമരാവണ യുദ്ധം പിന്നീടും ഘോരമായിട്ട് തുടർന്നുകൊണ്ട് പോവാണ്. അങ്ങനെ രാവണന്റെ വീരശൂര പരാക്രമികളായിട്ടുള്ള ഒരുപാട് രാക്ഷസന്മാര് വാനരന്മാരുടെയും ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ കൈകൾ കൊണ്ട് മരിച്ചു വീഴാണ്. അപ്പൊ രാവണന് തന്റെ ആത്മവിശ്വാസം ഇങ്ങനെ കുറച്ച് കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അടുത്ത ദിവസം യുദ്ധത്തിന് പോകുമ്പോൾ രാവണൻ കുംഭകർണനെ വിളിക്കുകയാണ്. കുംഭകർണനും രാവണന്റെ അനിയനാണ്. കുംഭകർണനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിദ്രാവത്വം എന്ന് പറഞ്ഞിട്ടുള്ള വരം ലഭിച്ചിട്ടുണ്ട്. 6 മാസം ഉറങ്ങുക, 6 മാസം ഉണർന്നിരിക്കുമ്പോൾ ഫുഡ് അടിക്കുക എന്നുള്ളതാണ് കുംഭകർണന്റെ പണി. അപ്പം കുംഭകർണൻ ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ രാവണൻ വിളിച്ചുണർത്തുകയാണ് യുദ്ധത്തിന് വരാൻ വേണ്ടിയിട്ടും. അപ്പൊ കുംഭകർണനെ ഉണർന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കുംഭകർണനോട് രാവണൻ പറഞ്ഞു, യുദ്ധത്തിന് ഇനിയിപ്പോൾ നിന്റെ സഹായം ആവശ്യമാണ് എന്ന് പറയുമ്പം കുംഭകർണൻ പറയുന്നുണ്ട്, പണ്ടേ ഞാൻ പറഞ്ഞതാണ് സീതാദേവിനെ ശ്രീരാമന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പൊ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് നീ ഇപ്പൊ യുദ്ധത്തിന് നിന്നത് കൊണ്ട് ഉണ്ടായത്. ഞാൻ അന്നും പറഞ്ഞതല്ലേ സീതാദേവിനെ തിരിച്ചു കൊടുക്കണമെന്ന്. ഞാൻ എന്തിനാണ് ഇപ്പൊ നിന്നെ യുദ്ധത്തിന് സഹായിക്കുന്നത്? നീ അധർമ്മല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റൊരാളുടെ പത്നിയെ തിരിച്ചു കൊടുക്കാതെ അങ്ങനെ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കാൻ തുടങ്ങി. ഇനിയെങ്കിലും നീ സീതാദേവി ശ്രീരാമന് തിരിച്ചു കൊടുത്തിട്ട് മാപ്പ് പറയൂ, ഭഗവാൻ ദയാലുവാണ്, സർവവ്യാപിയാണ്, കരുണാലുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഇനിയെങ്കിലും സീതാദേവിനെ തിരിച്ചു കൊടുത്താൽ രാക്ഷസ രാജാവായിട്ട് കുറെ കാലം കൂടി വാഴാം എന്നൊക്കെ പറഞ്ഞ് കുംഭകർണൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ് രാവണനെ. രാവണനാണെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് 7 അയലത്ത് കൂടെ പോണത് ഇഷ്ടേ അല്ല. അപ്പൊ രാവണൻ എന്ത് ചെയ്തു, നിനക്ക് ഒരു സഹോദര സ്നേഹമുണ്ട്, കുടുംബത്തിനോട് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ യുദ്ധത്തിന് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ, നിന്നെ ഇപ്പൊ ആരും ശല്യം ചെയ്യാൻ പറ്റില്ല, പറ്റുന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കുപിതനായിട്ട് രാവണൻ പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു, നിന്റെ അനുജനായി പോയില്ലേ, ഞാൻ യുദ്ധത്തിന് നിൽക്കാം, യുദ്ധത്തിന് നിന്നിട്ട് ശ്രീരാമന്റെ കൈ കൊണ്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോക്ഷമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുംഭകർണൻ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കുംഭകർണന്റെ ആകാരം എന്ന് പറയുന്നത് ഒരു ഹിമാലയ പർവ്വതത്തിന്റെ അത്ര വലുപ്പുണ്ടാവും, അത്രയും വലുതാണ്. ഈ കുംഭകർണന് ഇങ്ങനെ യുദ്ധഭൂമിയിലേക്ക് വന്നിട്ട് നമ്മൾ കപ്പലണ്ടി പെറുക്കി വായിലിടുന്നത് പോലെയാണ് ഓരോ വാനരന്മാരെയും എടുത്തിങ്ങനെ വായിലിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാനരന്മാരെയും ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാനര സൈന്യത്തില് വലിയൊരു കുറവ് തന്നെ, അംഗസംഖ്യയിൽ കുറവ് തന്നെ കുംഭകർണനെ കൊണ്ട് വരുത്താൻ കഴിയുന്നുണ്ട്. അതേസമയം അവിടെ യുദ്ധത്തിന്റെ കുറച്ചപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന വിഭീഷണൻ കുംഭകർണനെ കാണുകയാണ്. എന്നിട്ട് വിഭീഷണൻ കുംഭകർണനെ കണ്ടു വന്ന് സംസാരിക്കുകയാണ്, ജ്യേഷ്ഠ. അതായത് രാവണന്റെ അനിയൻ കുംഭകർണൻ, കുംഭകർണന്റെ അനിയനാണ് വിഭീഷണൻ, 3ാമത്തെ ആളാണ് വിഭീഷണൻ. അപ്പം വിഭീഷണൻ ജ്യേഷ്ഠനായിട്ടുള്ള കുംഭകർണനോട് വന്ന് പറയാണ്, രാവണൻ ചന്ദ്രഹാസം എടുത്ത് തന്നെ വധിക്കാൻ വന്ന സമയത്താണ് ഞാൻ അഭയം പ്രാപിച്ച് ശ്രീരാമന്റെ അടുത്ത് വന്നത്. ഞാൻ ധർമ്മത്തിന്റെ കൂടെയാണ് ഇപ്പൊ കൂട്ടി നിൽക്കുന്നത്, എനിക്ക് അങ്ങയോടൊരു വിരോധവും ഇല്ല, എന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ശരിയാണ്, നീ തന്നെയാണ് ധർമ്മപക്ഷത്തിൽ നിൽക്കുന്നത്, നീ കാരണം രാക്ഷസ കുലത്തിന് വംശനാശം ഒരിക്കലും സംഭവിക്കില്ല, നീ എന്ത് ചെയ്യണം, ശ്രീരാമന്റെ ഭക്തനായിട്ട് എന്നും ഇരുന്നുകൊണ്ട് നമ്മളുടെ ലങ്കയെ വാഴണം എന്ന് പറയുകയാണ് കുംഭകർണൻ. എന്നിട്ട് ആശീർവദിക്കുന്നുണ്ട് വിഭീഷണനെ. എന്നിട്ട് വിഭീഷണൻ ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ വാനരന്മാരുടെയൊക്കെ കരച്ചിൽ കേട്ടിട്ട് ശ്രീരാമൻ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ എന്താണ്, വാനരന്മാരൊക്കെ ഇങ്ങനെ നിർത്താതെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. ശ്രീരാമനാണെങ്കിൽ വാനരന്മാരുടെ കരച്ചിൽ കേട്ടിട്ട് ഒരു അമ്പെടുത്ത് അങ്ങോട്ട് കുംഭകർണനെ നേരെ വിട്ടപ്പം വലത് കൈ മുറിഞ്ഞു പോയി. കുംഭകർണന്റെ ഒരു കൈ പോയിട്ട് ഒരു കൂസലും ഇല്ല. പിന്നെയും മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വാനരന്മാരെ. അപ്പം 2ാമത്തെ കൈയും എന്ത് ചെയ്തു, ശ്രീരാമൻ ഒരമ്പ് ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു. 2 കൈ പോയിട്ടും വായ പൊളിച്ചുകൊണ്ട് വാനരന്മാരെ കഴിക്കാൻ വരികയാണ് കുംഭകർണൻ ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടി കണ്ടപ്പോഴേക്കും എന്തായി, ആകത്തായിട്ട് ശ്രീരാമൻ പിന്നെ അസ്ത്രം ചെയ്തു, 2 കാലുകളും നഷ്ടപ്പെട്ടു. എന്നിട്ടും ആ ശരീരം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുംഭകർണൻ പിന്നെയും പറ്റുന്ന രീതിയിൽ വാനരന്മാരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ശ്രീരാമൻ ഒന്നും നോക്കിയില്ല, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്തു, കുംഭകർണന്റെ നേരെ പ്രയോഗിച്ചു. ആ സമയത്ത് എന്ത് ചെയ്തു, കുംഭകർണന്റെ തല ശരീരത്തിൽ നിന്നും ഉടലിൽ നിന്നും വേർപെട്ട് തല ലങ്കയിലത്തെ ഗോപുരത്തിന്റെ അവിടെ ചെന്ന് വീഴുകയും ചെയ്തു, ശരീരം സമുദ്രത്തിലേക്ക് പതിക്കുകയും ചെയ്തു. അങ്ങനെ കുംഭകർണന്റെ കഥ അവിടെ അവസാനിക്കുകയാണ്. കുംഭകർണൻ മരിക്കുകയാണ്. പിന്നീടായിട്ട് ഈ കുംഭകർണന്റെ മരണ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് രാവണൻ ആകെ നിലം പതിച്ച രീതിയിലുള്ള അവസ്ഥയാവാണ്. അത്രയും തളർന്നു പോവാണ്, ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോയി. ഇനിയിപ്പം
ഒരു പോംവഴിയും തൻ്റെ പക്കലില്ല. തൻ്റെ അനുജൻ വരെ മരിച്ചു കഴിഞ്ഞു, രാക്ഷസ കുലത്തിലുള്ള എല്ലാ യോദ്ധാക്കളായിട്ടുള്ള ആൾക്കാരും മരിച്ചു കഴിഞ്ഞു. ഇനി രാവണന്റെ അടുത്തുള്ള ആകെ ഒരു പോംവഴി എന്ന് പറയുന്നത് തൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്താണ്. അപ്പൊ ഇന്ദ്രജിത്തിനോട് പോയി പറയുമ്പോൾ ഇന്ദ്രജിത്ത് പറയാണ്, ഇനി ശരി അച്ഛാ, ഞാൻ എന്ത് ചെയ്യാം, ഇനി അടുത്തത് ഞാൻ തന്നെ യുദ്ധത്തിന് പോവാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇന്ദ്രജിത്ത് അടുത്ത് യുദ്ധത്തിനായിട്ട് പോവാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ഈ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനോട് എന്തോ ഒരു മുൻവൈരാഗ്യമുള്ളത് പോലെ നന്നായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കുന്ന സമയത്ത് പിന്നീട് ഇന്ദ്രജിത്ത് തിരിച്ച് ഈ രണഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് രാവണനോട് പറയാണ്, എനിക്ക് ഈ ശക്തി വെച്ചിട്ട് അവരെ നേരിട്ടാൽ പോരാ, എന്നോളം ശക്തിശാലികളാണ് അവരും. അപ്പൊ എനിക്ക് ഒരു നികുംബിലയിൽ പോയിട്ട്, നികുംബില എന്ന് പറയുന്നത് ഒരു മലയുടെ മുകളിലുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ലങ്കയിലുള്ളത്, അവിടെ പോയിട്ട് ഒരു യാഗവും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി ശക്തിയൊക്കെ ആർജിച്ചിട്ട് അപ്പൊ എൻ്റെ ശക്തി ഇരട്ടിക്കും, അങ്ങനെ എനിക്ക് ഇവരോട് യുദ്ധം ചെയ്താലേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് ഇന്ദ്രജിത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവിടേക്ക് യാഗങ്ങളും കാളിയുടെ യജ്ഞവും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഈ വാർത്ത വിഭീഷണൻ അറിഞ്ഞു. അപ്പൊ വിഭീഷണൻ എന്ത് ചെയ്തു, ശ്രീരാമനോട് പോയി റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആ യജ്ഞം ചെയ്തിട്ട് കാളിയുടെ സിദ്ധികളൊക്കെ എന്താണ്, ശക്തികളും സിദ്ധികളും ഒക്കെ ഇന്ദ്രജിത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ആ യജ്ഞം എങ്ങനെയെങ്കിലും തടഞ്ഞാലേ വിജയിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്ന് വിഭീഷണൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം, ശ്രീരാമനും ലക്ഷ്മണനും വാനരന്മാരും എല്ലാവരും കൂടി പോയിട്ട് അവിടെ ആ യജ്ഞം തടയുന്നുണ്ട്. അതേ സമയത്തോ ആ യജ്ഞം തടയുമ്പം എന്താണ്, ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ലക്ഷ്മണനും ഒക്കെ ഉണ്ട് അവിടെ. ലക്ഷ്മണനുണ്ട്, ശ്രീരാമനുണ്ട്, ഹനുമാനുണ്ട്, അംഗദനുണ്ട്, സുഗ്രീവനുണ്ട്. അപ്പം ഈ ഇന്ദ്രജിത്തിനോട് എപ്പോഴും യുദ്ധം ചെയ്യാൻ പോകുന്നത് ലക്ഷ്മണനാണ്. അങ്ങനെ ആ യാഗം മുടക്കിയപ്പോൾ ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാൻ വരികയാണ് ഇന്ദ്രജിത്ത്. അങ്ങനെ ലക്ഷ്മണന്റെ കൈകൾ കൊണ്ട് ഇന്ദ്രജിത്തും അവിടെ വെച്ച് മരണപ്പെട്ടു പോവാണ്. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ മരണ വാർത്തയും കൂടി അറിഞ്ഞിട്ട് പിന്നെ രാവണൻ അങ്ങോട്ട് തലകറങ്ങി മോഹാലസ്യപ്പെട്ട് വീണ് പോയി. പിന്നീട് രാവണൻ എന്താ ചെയ്യേണ്ടത്, എന്താ ബോധമില്ലാത്തവരെ പോലെയൊക്കെയാണ് രാവണൻ പെരുമാറുന്നത്, ഒന്നും അറിയുന്നില്ല. തൻ്റെ ഉറ്റവരും ഉടയവരും കുടുംബം എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സഹോദരന്മാരെ നഷ്ടപ്പെട്ടു, കുലത്തിലുള്ള മറ്റെല്ലാ വീരന്മാരായിട്ടുള്ള രാക്ഷസന്മാരും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്, രാവണന്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരേ ഒരു മോഹം കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ, രാവണന്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ഇത്രയും നാശനഷ്ടങ്ങൾ എല്ലാം കുലത്തിന് തന്നെ സർവനാശം സംഭവിക്കുന്ന അവസ്ഥയിൽ വക്കീലെത്തിയിരിക്കുന്നത് ഇപ്പം. അപ്പൊ ഇനിയെങ്കിലും എല്ലാവരും എന്നെ ഉപദേശിക്കാൻ വന്നപ്പോൾ ഞാൻ അവരുടെ ഉപദേശമൊക്കെ തട്ടി മാറ്റിയതാണല്ലോ, ഇനി ഞാൻ ആരോടാണ് അഭിപ്രായം ചോദിക്കാന്നൊക്കെ ചിന്തിച്ച് രാവണൻ ഇരിക്കുന്ന സമയത്ത് എന്തായാലും അസുരഗുരുവാണ് ശുക്രാചാര്യർ, ഏതവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തിനെ സമീപിച്ചാലും അദ്ദേഹം എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് ശുക്രാചാര്യരെ കാണാണ് രാവണൻ. അപ്പൊ ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ഈ യുദ്ധത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നീ യജ്ഞം ചെയ്യുന്ന വേണം, യജ്ഞം ചെയ്തിട്ട് കുറെ ശക്തികൾ ആർജിക്കുന്ന സമയത്ത് നിന്നെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ആ യജ്ഞത്തിലൂടെ കിട്ടുന്ന കുതിരകളെ കൊണ്ടും രഥം കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും മാത്രമേ ശ്രീരാമന്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് ശുക്രാചാര്യർ പറഞ്ഞിട്ട് രാവണനോട് യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ ഈ യജ്ഞം ചെയ്യാൻ ഇനി നേരത്തെ ഇന്ദ്രജിത്ത് പോയ സ്ഥലത്ത് പോകാൻ പറ്റില്ല, കാരണം ആ സ്ഥലം വാനരന്മാർ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ആരും അറിയാത്തൊരു സ്ഥലത്ത് ഒരു ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് രാവണൻ പോവാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഇതേ വാർത്ത കുറച്ച് ദൂതന്മാരിലൂടെ വിഭീഷണൻ അറിയുന്നുണ്ട്. അപ്പൊ വിഭീഷണൻ പിന്നെയും ശ്രീരാമന്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ യജ്ഞം തുടങ്ങിയിട്ടുണ്ട്, ഈ യജ്ഞം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വിഭീഷണൻ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് എന്താണ്, ഹനുമാൻ, അംഗദൻ, സുഗ്രീവൻ, വാനരപ്പട എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, രാവണന്റെ യജ്ഞം മുടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. യജ്ഞം മുടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ അന്തപുരത്തിലൊക്കെ പോയി നോക്കുന്നുണ്ട്, കൊട്ടാരത്തിൽ പോയി നോക്കുന്നുണ്ട്, എവിടെയാണ് യജ്ഞം ചെയ്യുന്നത് എന്ന് ആർക്കും അറിയുന്നില്ല. അങ്ങനെ കുറേ സ്ഥലത്ത് പോയി നോക്കുന്നുണ്ട്, എവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. അങ്ങനെ എന്താണ്, തൻ്റെ മകനെ വധിച്ചിട്ടുള്ള രാമനോട് പ്രതികാരം ചെയ്യാൻ സീതാദേവിയെ തന്നെ വധിക്കും ഇങ്ങനെ ദേഷ്യം വന്നിട്ട് രാവണനൊക്കെ പോയിട്ട് സീതാദേവിനെ വധിക്കാൻ വേണ്ടിയിട്ട് വാളെടുത്ത് പോകുന്ന സമയത്ത് ശുഭാർശ്വൻ എന്ന് പറയുന്നുള്ള ഒരു വ്യക്തി രാവണനെ തടുക്കുകയാണ്. സീതാദേവിനെ വധിക്കാൻ പോകുന്നതിൽ നിന്നും എന്താണ്, രാമനോട് യുദ്ധം ചെയ്തിട്ട് തന്നെ നീ ജയിക്കണം, സീതാദേവി ഇപ്പൊ വധിക്കരുത്, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശുഭാർശ്വൻ എന്ന് പറയുന്ന ഒരാളുടെ ശുപാർശ പ്രകാരം രാവണൻ സീതാദേവിയെ വധിക്കാതെ പിന്നെയും ആ യജ്ഞം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
അങ്ങനെ ആ യജ്ഞം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഗുഹയുടെ ഉള്ളിലാണ് യജ്ഞം നടക്കുന്നതെന്ന് വാനരന്മാരൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നിട്ട് ആ ഗുഹയുടെ കവാടൊക്കെ തകർത്തിട്ട് എല്ലാവരും കൂടി ഉള്ളിൽ പോയി. എന്തൊക്കെ ചെയ്തിട്ടും അവിടുത്തെ സാധനങ്ങളൊക്കെ മറിച്ചിട്ടിട്ടും രാവണന്റെ കയ്യിൽ നിന്ന് ഹനുമാൻ ആ ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് ഒഴിക്കുന്ന ഇതൊക്കെ പിടിച്ചെടുത്ത് അവിടെ ഒക്കെ അലങ്കോലാക്കിയിട്ടും രാവണൻ ധ്യാനത്തൊന്നും ഉണരണേ ഇല്ല. കാരണം രാവണന്റെ ഇനി അവസാനത്തെ പോംവഴി ആ യജ്ഞം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആ യജ്ഞത്തിന്റെ അവിടെയൊക്കെ എന്തൊക്കെ ഈ വാനരന്മാർ കാണിച്ചു കൂട്ടിയിട്ടും രാവണൻ ധ്യാനത്തിൽ നിന്ന് ഉണരണേ ഇല്ല. അവസാനം രാവണനെ ഉണർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വാനരന്മാർ പോയിട്ട് രാവണന്റെ പത്നിയായിട്ടുള്ള മണ്ഡോദരി ദേവീനെ ഇവിടെ കൊണ്ടുവന്നു. മണ്ഡോദരി ദേവിനെ കൊണ്ടുവന്നിട്ട് ദേവീനെ ദേവീനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദേവീനെ ഉപദ്രവിക്കുന്നത് പോലെയൊക്കെ വാളെടുത്തിട്ട് അസ്ത്രം എടുത്തിട്ട് ഇപ്പൊ വെട്ടും എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ തൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് യജ്ഞവും പൂജയല്ലേ വലുത് എന്നൊക്കെ മണ്ഡോദരി ദേവി പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, രാവണൻ കണ്ണുകൾ തുറക്കുകയാണ്. ആ സമയത്ത് എന്തായി, യജ്ഞം മുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്യാണ്, അംഗദന് നേരെ ഒറ്റ വെട്ടുകയാണ് രാവണൻ. ഏതൊരു ഭർത്താവിനായാലും തൻ്റെ പത്നിയെ തൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും ഹാനി ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അംഗദന്റെ നേരെ ഒറ്റ വെട്ടുകയാണ്. അപ്പൊ അംഗദന്റെ കയ്യിൽ നിന്ന് ചോരയൊക്കെ വീണിട്ട് അവിടെ യജ്ഞം ഒക്കെ ഇല്ലാതെയാവുകയാണ്. അങ്ങനെ അവരോട് പിന്നെയും യുദ്ധം ചെയ്തിട്ട് അന്നത്തെ ദിവസം കഴിയാണ്. അങ്ങനെ രാവണൻ ഇപ്പോൾ ഫുൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം മണ്ഡോദരിയോട് പിന്നീട് രാവണൻ പറയാണ്, ഇനി ഒന്നല്ലെങ്കിൽ രാമൻ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ രാമൻ്റെ കൈകൊണ്ട് ഞാൻ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് രാമൻ മരിക്കും. ഇതിലെന്തെങ്കിലും ഒന്ന് സുനിശ്ചിതം ആയി എന്ന് രാവണൻ പറയാണ്. അപ്പം ഇന്നത്തെ കഥ ഇവിടം വരെ ഇരിക്കട്ടെ. ബാക്കിയുള്ള കഥ നമുക്ക് നാളെ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.